السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്നൊരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തായ ഒരു അവസരത്തെ അനുകൂലമാക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയെ അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സംഗമിക്കാറുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെ കുറിച്ചുകൊണ്ടുള്ള പഠന പരമ്പരയുടെ മറ്റൊരു ക്ലാസ്സിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെ കുറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അള്ളാഹു അവന് വേണ്ടി സ്വീകരിച്ച അസ്വമദ് എന്നുള്ള നാമമാണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത്. സാധാരണ നമ്മളൊക്കെ കേട്ട അള്ളാഹുവിൻ്റെ ഒരു പേരാണത്. അസ്വമദ് എന്ന് പറയുന്ന നാമം എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിലെ ചർച്ചാ വിഷയം. നമ്മുടെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന മഹത്തായ ഒരു നാമമാണ് അസ്വമദ്. ഈ നാമം അല്ലാഹു കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് വിശേഷിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസിലൂടെയാണ്. ഈ സൂറത്തിലാണ് ആ നാമം പരാമർശിക്കപ്പെട്ടത്. സൂറത്തുൽ ഇഖ്ലാസിന് ഏറെ പ്രാധാന്യവും പുണ്യവുമുള്ള പ്രത്യേകത കൽപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭനായ ഒരു സഹാബിയാണ് മഹാനായ അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ ഭാര്യയുടെ അടുക്കൽ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അലാ തറൈന ഇലാ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ നീ അറിഞ്ഞില്ലേ? ഭാര്യ പറഞ്ഞു, റുബ്ബ ഖൈരിൻ ഖദ് അതാനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ ഹുവ. ആ നേതാവ് എത്രയെത്ര നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി.
എന്താണ് നിങ്ങൾ പ്രത്യേകമായി ഉദ്ദേശിച്ചത് എന്ന് ഭാര്യ അബൂ അയ്യൂബിൽ അൻസ്വാരിയോട് തിരിച്ചു ചോദിക്കുക. ആ സമയത്ത് മഹാനായ സഹാബി വര്യൻ പ്രതികരിച്ചു, ഖാല ലനാ അയഅജിസു അഹദികും മൻ യഖറഅ അസുലുസൽ ഖുർആനി ഫീ ലൈല. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു രാത്രി വിശുദ്ധ ഖുർആനിന്റെ 1/3 ഓതുവാൻ നിങ്ങൾക്ക് ഒരാൾക്ക് വല്ല കഴിവ് കേടുമുണ്ടോ എന്ന് റസൂലുള്ളാഹി ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യമാകാത്ത പ്രശ്നമുണ്ടോ? അതാണ് ചോദ്യം. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഞങ്ങളൊക്കൊന്ന് ബേജാറായി, ഞങ്ങളൊക്കൊന്ന് പേടിച്ചു. കാരണം എന്താ ചോദിച്ചതെന്താ? ഖുർആനിന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ എല്ലാ ദിവസവും? സഹാബികൾ പറയാണ്, ഞങ്ങൾ പേടിച്ചു. എന്തിനാ പേടിച്ചത്? ഞങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്. അതായത് അവർ മനസ്സിലാക്കിയത് എന്താണ്? ഖുർആനിന്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ ഖുർആൻ 30 ജുസ് ആണ് എന്ന് നമുക്കറിയാം. അതിൽ 1/3 എന്ന് പറഞ്ഞാൽ 10 ജുസ് എല്ലാ ദിവസവും ഓതാൻ നിങ്ങൾക്ക് പ്രയാസാവോ എന്നാണ് നബി ചോദിക്കുന്നത്. 10 ജുസ് എല്ലാ ദിവസവും ഓതാ. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് കഴിയാതെ ഞങ്ങൾ അശക്തരായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. ഇതേ ചോദ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യമാണ് ഞങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചു. പിന്നീടാണ് അവിടുന്ന് വ്യക്തത വരുത്തിയത്, അമാ യസ്തതിഉ അഹദുകും അൻ യഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ മനസ്സിലായത്? സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ ഖുർആനിലെ 10 ജുസ് ഓതിയതിന് തുല്യമാണ്. 10 ജുസ് ഓതാൻ എത്ര റിസ്ക് ഉണ്ട്? സമയം വേണം, ക്ഷമ വേണം, ശക്തമായി ഓതി തീർക്കുവാനുള്ള നല്ല മനസ്സ് വേണം. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ അവൻ 10 ജുസ് ഓതുന്നതിന് തുല്യമാണ്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത്ര പവർ ഉണ്ട് ആ സൂറത്തിൽ. മഹാനായ അബൂ അയ്യൂബിൽ അൻസ്വാരിയാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞിരുന്നത്. ഈ മഹാനന്മ നമുക്ക് പറഞ്ഞു തന്ന സഹാബി അദ്ദേഹമാണ്. ഇത് അദ്ദേഹം മനസ്സിലാക്കി തന്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ കേട്ടത്. ആരാണ് ഈ അബൂ അയ്യൂബിൽ അൻസ്വാരി? അദ്ദേഹത്തെ നമ്മൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ നാളുകളിൽ ആദ്യത്തെ ദിനങ്ങളിൽ തങ്ങിയത് ഈ സ്വഹാബിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തിയത്. ആ സഹാബിയാണ് നമുക്ക് ഈ മഹത്തായ പ്രതിഫലം ഒതുങ്ങി നിന്ന സൂറത്തിനെ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? 10 ജുസ് ഓതിയ കൂലി കിട്ടണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെ ഓതണം? വെറുതെ അങ്ങോട്ട് സാധാ ഓതിയ മതിയോ? ചില സിഫത്തുകൾ ഒത്തിണങ്ങണം. അതിലൊന്നാമത്തത്, പ്രതിഫലം എനിക്ക് കിട്ടണം ഈ 10 ജുസിന്റെ എന്നുള്ള ശക്തമായ നിയ്യത്ത്. കാരണം ഏത് നന്മയും സ്വീകരിക്കണമെങ്കിലുള്ള മാനദണ്ഡം എന്താ? നിയ്യത്താണ്. ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് എന്താ അറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സ്വഹീഹ് ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ്.
അർബഊന നവവി, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ഹദീസ് അദ്ദേഹം കൊടുത്തത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്നിട്ട് അതിന്റെ ശറഹ് പറയുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ ഒരു കിതാബ് എഴുതാൻ ഒരു സദുദ്യമത്തിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ആദ്യത്തിൽ അവർ കൊണ്ടുവരേണ്ട ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. കാരണം നീയത്തില്ലാതെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കൂല. ഇപ്പൊ അസ്സആദയുടെ ക്ലാസ്സിൽ നമ്മളിവിടെ വന്നു. എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം? അള്ളാഹുവിങ്കൽ നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടണമെന്നുള്ളതാണോ? അവർക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു നമ്മുടെ നീയത്തിനെ ശരിയാക്കി തീരുമാറാകട്ടെ. അപ്പൊ നീയത്ത് ശരിയായി, അതുപോലെ തന്നെ നേരാവണ്ണം ഈ സൂറത്ത് ഓതി നമ്മളങ്ങ് റബ്ബിലേക്ക് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടത് പാരായണം ചെയ്താൽ മാത്രമാണ് ആ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ. സത്യത്തിൽ ഈ അധ്യായത്തിൽ 2 വരികളേ ഉള്ളൂ. നിങ്ങൾ ഖുർആൻ മറിച്ച് നോക്കിക്കോ സമയം കിട്ടുമ്പോ. 2 വരിയാണ് സൂറത്തിലുള്ളത്. 4 ആയത്തുകളെ അള്ളാഹു 2 വരിയിൽ ഒതുക്കി. ആ സൂറത്ത് ഓതിയാലാണ് ഖുർആനിലെ 10 ജുസ് ഓതിയ കൂലി നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ അധ്യായത്തിലാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അസ്വമദ് എന്ന് പറയുന്ന നാമം വന്നിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ആ അധ്യായത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ശ്രേഷ്ഠത എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി, നമ്മൾ ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ഇനി ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആ ഒരു പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ അധ്യായത്തെ സമീപിക്കാൻ, ഓതാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, നേരിട്ട് കേട്ടതാണ്. എന്താ കേട്ടത്? യൂശിക്കുൻ നാസു അൻ യതസാഅലു ബൈനഹും ഹത്താ യഖൂല ഖായിലുഹും ഹാദല്ലാഹ് ഖലഖൽ ഖൽഖ ഫമൻ ഖലഖല്ലാഹ്. എന്താണ് ഈ സംഭവം? ജനങ്ങൾ അന്യോന്യം ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും. ജനങ്ങൾ അന്യോന്യം പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അന്ന് ജനങ്ങളൊക്കെ പരസ്പരം ചോദിക്കുമത്രേ, ഈ പടപ്പുകളെയെല്ലാം പടച്ചത് അല്ലാഹു ആണല്ലോ. ആ ചോദ്യം വരെ റസൂൽ പറഞ്ഞു തരാണ്. കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോ ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാലം വരുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ ആലോചിക്കണം, ഈ ചോദ്യം ഇന്ന് സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ പല രംഗങ്ങളിലും. അതായത് എല്ലാ പടപ്പുകളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എന്നാൽ ഫമൻ ഖലഖല്ലാഹ്, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഫമൻ ഖലഖല്ലാഹ്, അപ്പോൾ അല്ലാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം എത്തും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫഇദാ ഖാലൂ ദാലിക്, നിങ്ങളപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത്തരം പുത്തൻവാദികളോട്, ദൈവനിഷേധികളോട്, പരിഹാസത്തിന്റെ ചോദ്യം ചോദിക്കുന്നവരോട് ഈ ഉത്തരം, ഈ അധ്യായം ഓതിക്കൊടുത്താൽ മതി എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിലും കടന്നു വന്ന ഒരു നാമമാണ് അസ്സമദ് എന്നുള്ളത്. ഇനി ഈ വസ്വാസിന്റെ ചോദ്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ നബി പറഞ്ഞത് എന്താണ്? സുമ്മ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? സലാസത വൽ യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താൻ, അവന്റെ വലതുഭാഗത്തേക്ക് അവൻ പാറ്റി ഉമിനീര് പറത്തി തുപ്പുകയും ശൈത്താനിൽ നിന്ന് അവൻ രക്ഷ തേടുകയും വേണം. ഇത്തരം ചോദ്യവുമായി ആരെങ്കിലും വന്നാല് ഈ വചനങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ വലതുഭാഗത്തേക്ക്, തന്റെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, വലതുഭാഗമല്ല ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ 3 പ്രാവശ്യം അതെ ഉമിനീര് പറത്തി ഊതിയിട്ട് ശൈത്താനിൽ നിന്ന് രക്ഷ തേടേണ്ടതുണ്ട്. കാരണം ഈ ചോദ്യം ചോദിക്കാൻ ആ ചോദ്യകർത്താവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ ചോദ്യം ചോദിക്കാൻ ആ ചോദ്യകർത്താവിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ശൈത്താനിന്റെ ദുർപ്രേരണയാണ് എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് ശൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവനിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. ഫഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഈദ് ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താണ്. പൈശാചിക ദുഷ്പ്രേരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിങ്കൽ നിങ്ങൾ അഭയം തേടുക എന്നാണ്. ഒരു തിന്മ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ, ഒരു അധർമ്മം ചെയ്യാൻ മനസ്സ് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കണം. കാരണം നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. അതാണ് ഫഇമ്മാ യൻസഅന്നക മിനശ് ശൈത്താനി നസ്ഉൻ ഫസ്തഈദ് ബില്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വന്നിട്ട് ചോദിച്ചു, ഉൻസുബ് ലനാ റബ്ബക്, ഉൻസുബ് ലനാ റബ്ബക്, ഓ മുഹമ്മദേ നിന്റെ റബ്ബിന്റെ കുടുംബ പരമ്പരയൊന്ന് പറഞ്ഞു തരും. നിന്റെ റബ്ബിന്റെ നസബ, കുടുംബ പരമ്പരയൊന്ന് പറഞ്ഞു തരൂ എന്നാണ്. തൗഹീദിന്റെയും ആഖിറത്തിന്റെയും റിസാലത്തിന്റെയും വിഷയത്തിലെല്ലാം തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ കളിയാക്കിയിട്ടുണ്ട്. ഏത് സമൂഹവും തന്റെ സമൂഹത്തെ പ്രവാചകനെ പരിഹസിച്ചതുപോലെ പ്രവാചകനെയും മക്കക്കാർ പരിഹസിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടി എന്താണ്? ഒന്ന് തൗഹീദ് പറയലാണ്, രണ്ടാമത്തത് ആഖിറത്ത് റിസാലത്ത് പറയലാണ്, മൂന്നാമത്തത് ആഖിറത്ത് പറയലാണ്. അപ്പൊ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ പ്രധാന വശം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞപ്പോഴും അവരെല്ലാം സമൂഹം പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടുണ്ട്. നമ്മുടെ ഹബീബായ പ്രവാചകനെ മക്കക്കാരെ വിളിച്ചിരുന്ന പരിഹാസത്തിന്റെ പേരുകളായിരുന്നു മജ്നൂൻ. അല്ലാഹുവിന്റെ റസൂലിനെ അവർ മജ്നൂൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ മസ്ഹൂർ, സിഹർ ബാധിച്ചവനാണ് എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ അവർ ഷാഇർ എന്ന് വിളിച്ചിട്ടുണ്ട്, കവി. അല്ലാഹുവിന്റെ റസൂലിനെ അവർ അബ്തർ എന്ന് വിളിച്ചിട്ടുണ്ട്, വാലറ്റവൻ. ഇതൊക്കെ അവർ പരിഹസിച്ച് വിളിച്ച പേരുകളായിരുന്നു. മാത്രമല്ല മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? മാലിഹാദർ റസൂൽ യഅകുലു അത്അം വയംശി ഫിൽ അസ്വാഖ്. മാലിഹാദർ റസൂൽ, ഇത് എന്തൊരു ദൂതനാണ്, ഇത് എന്തൊരു റസൂലാണ്. യഅകുലു അത്അം, അയാൾ ഇതാ ഭക്ഷണം കഴിക്കുന്നു. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇയാൾ എന്തൊരു പ്രവാചകനാണ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകളൊക്കെ പ്രവാചകനെ കളിയാക്കിയത്. ത്വായിഫിലേക്ക് ഹിജറ പോയ സമയത്ത് ത്വായിഫിലുണ്ടായിരുന്ന പ്രധാനികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ സഖീഫ് ഗോത്രത്തിലെ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? ത്വായിഫിൽ അറിയപ്പെട്ട ഗോത്രമാണ് സഖീഫുകാർ. ആ സഖീഫുകാരിലെ പ്രധാനികളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ ദൂതനാണെന്ന് പറഞ്ഞപ്പോ, തൗഹീദിന്റെ പ്രബോധനം അവിടെ നടത്തിയപ്പോ എന്താണ് പറഞ്ഞത്? മുഹമ്മദേ, നിന്നെയല്ലാതെ ദൂതനാക്കാൻ, പ്രവാചകനാക്കാൻ വേറെ ആരെയും നിന്റെ റബ്ബിന് കിട്ടിയില്ലേ? ഒരു പരിഹാസത്തിന്റെ വർത്താനായിരുന്നു. നീ പ്രവാചകനാണെങ്കിൽ, നിന്നെ അയച്ചത് അല്ലാഹു ആണെങ്കിൽ നിന്നോട് ഞങ്ങൾ മിണ്ടില്ല എന്ന് മാത്രമല്ല, നീ വലിയൊരു ദുരന്തമാണടോ എന്ന് വരെ അവർ പറഞ്ഞു. മറ്റൊരാൾ, അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ മറ്റൊരു വാക്കായിരുന്നു, നിന്നെ അയച്ചത് അല്ലാഹു ആണ് എങ്കിൽ, നിന്നെ പ്രവാചകനായി അയച്ചത് അല്ലാഹു ആണ് എങ്കിൽ കഅബയുടെ കിൽഅ കീറി അല്ലാഹുവിനോട് ഞങ്ങൾ പകരം തീർക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ സഖീഫ് ഗോത്രത്തിലെ പ്രധാനികൾ. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പരിഹസിച്ച് ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, ഉൻസുബ് ലനാ റബ്ബക്, നിന്റെ റബ്ബിന്റെ ആ കുടുംബ പരമ്പരയൊന്ന് പറയടോ എന്ന് പരിഹസിച്ചിരുന്നു. ആ പരിഹാസത്തിന്റെ ചില വിഷയങ്ങളാണ് കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ചേർത്ത് കേൾപ്പിച്ചത്. മാത്രമല്ല മക്കാ മുശ്രിക്കുകളിൽ അറിയപ്പെട്ടിരുന്നൊരു ദുഷ്ടനും ശത്രുവുമായിരുന്നു അൽ ആസിബിനു വാഇൽ. അൽ ആസിബിനു വാഇൽ, അദ്ദേഹം ഒരു ജീർണിച്ച് നുരുമ്പിയ എല്ലുമായി പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആ എല്ല് അദ്ദേഹത്തിന്റെ കയ്യിലിട്ട് പൊടിച്ച് അന്തരീക്ഷത്തിലേക്ക് ഊതി പറത്തിയിട്ട്
അയാൾ ചോദിക്കുന്നുണ്ട് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ പൊടിപൊടിയായി മാറ്റിയ ഈ എല്ലിനെ ആരാണ് രണ്ടാമതും പുനരുജ്ജീവിപ്പിക്കുക? ഈ എല്ലാണോ മണ്ണിനടിയിൽ നിന്ന് തിരിച്ച് രണ്ടാമത് വരുമെന്ന് നീ പറയുന്നത് എന്ന് അൽ ആസ് ബിൻ വായിൽ എന്ന് പറയുന്ന മക്കാ മുശ്രിക്ക് പരിഹാസത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്താണ് സൂറത്ത് യാസീനിലെ അവസാനത്തെ 7 ആയത്ത് ഇറങ്ങിയത് അല്ലേ? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ അല്ലേ? ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിനുണ്ടോ നിങ്ങളെ പോലെയുള്ള ദുർബലരായ മനുഷ്യരെ സൃഷ്ടിക്കാൻ പ്രയാസം? ഏതൊരു നാഥനാണോ നിങ്ങൾ ഒന്നാമത് സൃഷ്ടിച്ചത് അവൻ തന്നെ രണ്ടാമതും നിങ്ങൾ സൃഷ്ടിക്കും. അത് എല്ലിൽ നിന്ന് സകല ചോരയും നീരും മണ്ണ് ഊറ്റി കുടിച്ചാലും ആ മണ്ണിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. മനുഷ്യർ രണ്ടാമത് അല്ലാഹു മണ്ണിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു അസ്ഥിയുണ്ട്, അജബുദ്ദനബ് എന്ന ഹദീസിൽ പറയുന്നു. അജബുദ്ദനബ് അത് മണ്ണോട് ചേരൂല. എത്ര കാലം കഴിഞ്ഞാലും മണ്ണോട് ചേരാത്തവരെല്ലാം നമ്മുടെ ശരീരത്തിൽ അജബുദ്ദനബ്. അജബുദ്ദനബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുദാസ്തി. ഗുദാസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൽക്കുറ്റി. ആ വാൽക്കുറ്റി മണ്ണോട് ചേരൂല. ആ വാൽക്കുറ്റിയിൽ നിന്നാണ് മനുഷ്യരെ വീണ്ടും അല്ലെ ചീരച്ചെടികൾ വെള്ളം തട്ടിയാൽ മുളച്ചു പൊന്തുന്നത് പോലെ കമാ യംബുത്തുൽ ബഖൽ അല്ലെ തംബുത്തുൽ ബഖൽ എന്ന് കാണാൻ പറ്റും നമുക്ക്. അതായത് ചീരച്ചെടികൾ മുളച്ചു വരുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയുള്ള പരിഹാസത്തിന്റെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അങ്ങോട്ട് അവതരിപ്പിച്ചു. നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതാടോ, നിന്റെ റബ്ബാരാ, നിന്റെ റബ്ബിന്റെ കുടുംബ പരമ്പര വരാ എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ചോദിച്ചപ്പോ അള്ളാഹ് ഇറക്കിയ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന അധ്യായം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റം മുൻപന്തിയിൽ നിന്നിരുന്നവർക്ക് ഈ മറുപടി ശരിക്കും മനസ്സിലായി എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. എന്താണ് അസ്വമദ് എന്ന് പറയുന്ന നാമം അർത്ഥമാക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്താണ് അസ്വമദ് എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്? മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫാണ് അദ്ദേഹം, ഓദറാണ് അദ്ദേഹം. അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ 11ഓളം അർത്ഥങ്ങളാണ്, ആശയങ്ങളാണ് അസ്വമദ് എന്ന് പറയുന്ന നാമത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി. സ്വഹീഹുൽ ബുഖാരിക്ക് അദ്ദേഹം ശറഹ് എഴുതാൻ 16 കൊല്ലം എടുത്തിട്ടുണ്ട്. 16 കൊല്ലം ക്ഷമയോടെ അദ്ദേഹം എഴുതിയ ബൃഹത്തായ ഒരുപാട് വാള്യങ്ങളുള്ള നമുക്ക് വായിക്കാൻ കിട്ടും. നമുക്ക് മക്തബത്ത് ഷാമിലയിൽ കിട്ടും. നമ്മളാരും ചില ആളുകൾ അത് കണ്ടിട്ട് പോലുമില്ല എന്നുള്ളത് ഒരു മഹാത്ഭുതമായിട്ട് എഴുതി ചേർക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ 11ഓളം അർത്ഥങ്ങൾ അസ്സമദിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം. അസ്സയ്യിദുല്ലദീ കമുല ഫീ സഉദിഹി വശരീഫുല്ലദീ ഖദ് കമുല ഫീ ശറഫിഹി വൽ അളീമുല്ലദീ ഖദ് കമുല ഫീ അളമതിഹി വൽ ഹകീമുല്ലദീ ഖദ് കമുല ഫീ ഹിക്മതിഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നതാണ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേതൃത്വത്തിൽ സമ്പൂർണത വരിച്ചവൻ. എല്ലാ നേതൃത്വത്തിന്റെയും നേതൃത്വം ഏറ്റെടുത്തവനാണ് അല്ലാഹു അല്ലെ. അള്ളാഹുവിന്റെ നേതൃത്വം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറ്റെടുത്ത ക്യാപ്റ്റൻസി പോലെയോ നേതൃത്വം പോലെയോ അല്ല. അത് പരിപൂർണമാണ്, അത് പൂർണ്ണത പ്രാപിച്ച നേതൃത്വമാണ്. മാത്രമല്ല മഹത്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് മഹാനായ, എങ്കിൽ അതൊക്കെ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കുറവുകളുണ്ട്. പക്ഷെ അള്ളാഹു മഹാനാണ്, മഹത്വമുള്ളവനാണെന്ന് പറയുമ്പോ അത് പൂർണ്ണത പ്രാപിച്ച മഹത്വമാണ്. കുറവുകളൊന്നും തന്നെ ഇല്ലാത്ത മഹത്വത പ്രാപിച്ച, യുക്തിയിൽ പൂർണ്ണത വരിച്ച ഹക്കീമാകുന്നു അള്ളാഹു എന്നൊക്കെയാണ് അസ്വമദിനെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ചത്. അദ്ദേഹം വീണ്ടും പറയുന്നു വൽ ഗനിയുല്ലദീ ഖദ് കമുല ഫീ ഗിനാ, ഐശ്വര്യത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത പ്രാപിച്ചവൻ, അതാണ് അസ്വമദ്. വൽ ജബ്ബാറുല്ലദീ ഖദ് കമുല ഫീ ജബറൂതിഹി, ആധിപത്യത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത പ്രാപിച്ചവൻ. വൽ ആലിമുല്ലദീ ഖദ് കമുല ഫീ ഇൽമിഹി, അറിവിന്റെ വിഷയത്തിൽ പൂർണ്ണത വരിച്ചവൻ.
വൽ ഹലീമുല്ലദീ ഖദ് കമല ഫീ ഹിൽമിഹി, വിവേകത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത വരിച്ച അൽ ഹലീം. ഇങ്ങനെയൊക്കെ 11ഓളം അർത്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അസ്വമദിനെ വിശദീകരിച്ച് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞതെല്ലാം സമ്പൂർണത കൈവരിച്ചവൻ ആരാണോ, അള്ളാഹുവിന്റെ നാമങ്ങളിലെല്ലാം പൂർണ്ണത വരിച്ചവൻ ആരാണോ, അതാണ് അസ്വമദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. സാധാരണ അസ്വമദ് എന്ന പേരിന് നാം പറയാറുള്ള നിരാശ്രയൻ, പരാശ്രയമുക്തൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റിയ ഒരു ആശയമല്ല അസ്വമദ്. അള്ളാഹിനെ കുറിച്ച് എന്താ പറയുക നമ്മള്? അള്ളാഹു നിരാശ്രയനാണ്, ആണ്. അള്ളാഹ് പരാശ്രയമുക്തൻ നമ്മുടെ തഫ്സീറുകളിലും പരിഭാഷകളിലും അർത്ഥം കാണാം. പക്ഷെ അതിൽ മാത്രം ഒതുക്കാൻ പറ്റിയൊരു നാമമല്ല അസ്വമദ്. അതിന് വിശാലാർത്ഥങ്ങളുണ്ട്, അതിന് വിശാലമായ ആശയങ്ങളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരിൽ അധിക പേരും ഊന്നി പറഞ്ഞ മറ്റൊരർത്ഥം എന്താണെന്നറിയോ? ഹുവല്ലദീ ലാ യഅകുലു ത്വആം. അല്ലാഹു ആരാണ്? അവൻ ഭക്ഷണം കഴിക്കാത്തവനാണ്. അസ്വമദ് എന്നുള്ള വിശദീകരിക്കുന്ന ഭാഗത്ത് അള്ളാഹു നിരാശ്രയനാണ്, പരാശ്രയനാണെന്ന് പറഞ്ഞ് നിർത്താതെ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞിട്ട് അവർ പ്രധാനമായും എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ കാര്യം എന്താ? അല്ലദീ ലാ യഅകുലു ത്വആം. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? അവൻ അന്നം ആവശ്യമില്ലാത്തവനാണ്. നമുക്ക് 2 നേരം ഫുഡ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പ്രതികരണങ്ങൾ നമ്മളിൽ ശരിക്കും കാണാൻ പറ്റും, അല്ലേ? നമ്മൾ മിണ്ടാണ്ടിരുന്നാലും കണ്ണും മൂക്കത് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? നമുക്ക് ഇടക്കത് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നത് എന്താണ്? ലാ യഅകുലു ത്വആം, അവൻ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്. മാത്രമല്ല വലാ യശ്റബു ശറാബ്, അവൻ ഒരിക്കലും വെള്ളം ആവശ്യമില്ലാത്തവനാണ്. അത് അല്ലാഹുവിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് അല്ലാഹു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ ഫാതിറുസ് സമാവാതി വൽ അർളി വഹുവ യുത്ഇമു വലാ യുത്അം ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. പറഞ്ഞു കൊടുക്കൂ നബിയെ, അല്ലാഹു അല്ലാത്ത ഒരാളെ ഞാനൊരു വലിയായി സ്വീകരിക്കുകയോ ഒരു രക്ഷാധികാരിയായി ഞാൻ സ്വീകരിക്കുകയോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ അസ്സആദയുടെ അസ്മാഉൽ ഹുസ്നയുടെ ഒരു ക്ലാസ്സിൽ അൽ വലി എന്ന് പറയുന്ന ഒരു നാമത്തെ കുറിച്ച് നമുക്ക് പറയാറുണ്ട്. അവിടെ നമുക്ക് ആശയത്തെ കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ എന്താ പറയണത്? അല്ലാഹു അല്ലാത്ത ഒരു രക്ഷാധികാരിയെ നാം സ്വീകരിക്കുകയോ എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ അവരോട്. ആരാണ് അല്ലാഹു? വാനങ്ങളെയും ഭൂമികളെയും ഫാത്തിറസ് സമാവാതി വൽ അർള്. ഫാത്തിറസ് സമാവാതി, അങ്ങനെ വിശേഷണം ആർക്കുള്ളത്? ഏത് CM മടവൂരിനുള്ളത്? ഏത് ബദരീങ്ങൾക്കുള്ളത്? ഏത് മുനമ്പത്ത് ബീവിക്കുള്ളത്? ഏത് ഉള്ളാളം തങ്ങൾക്കുള്ളത്? സഹോദരങ്ങളെ, ഏത് ഭീമാ ഉമ്മീച്ചക്കുള്ളത്? ആർക്കില്ല. ഒരു മനുഷ്യർക്ക്, ഒരു സൃഷ്ടികൾക്കില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ഫാത്തിറസ് സമാവാതി വൽ അർള്. യൂസുഫ് നബി പറഞ്ഞ എന്താ? അല്ലേ? ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് യൂസുഫ് നബി 12-ാം അധ്യായത്തിന്റെ 101-ൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രത്യേകത പറഞ്ഞതാ, വഹുവ യുത്ഇമു വലാ യുത്അം. അവനാകുന്നു എല്ലാ ജീവജാലങ്ങൾക്കും അന്നം നൽകുന്നവൻ, എന്നാൽ അവൻ അന്നം നൽകപ്പെടുന്നവനല്ല. അവന് വേണ്ടി ആർക്കും അന്നം കൊടുക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. മാ ഉരീദു മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ആ മനുഷ്യരിൽ നിന്ന് ഒരു ഉപജീവനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യമേ അല്ലാഹു പറഞ്ഞുള്ളൂ, എന്നെ മാത്രം ആരാധിക്കുക. അപ്പൊ അല്ലാഹുവിന് ഭക്ഷണം ആവശ്യമില്ല. ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളവും പെട്ടു, അത് ആവശ്യമില്ലാത്തവനാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിനെ ഏറെ തലവേദനയുണ്ടാക്കിയ ഒരു വിഭാഗമായിരുന്നു നസ്രാണികൾ, ആ നസ്വാറാക്കൾ ഈസാ നബിയെ ഇലാഹാക്കി വാഴ്ത്തിയവരാണ്.
ആ നസ്വാറാക്കൾ അവർക്ക് അല്ലാഹു നൽകിയ മറുപടിയിൽ നമുക്ക് കാണാം, മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وأمه صديقة كانا يأكلان الطعام. മറിയമിന്റെ മകൻ മസീഹ് ഒരിക്കലും ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. ഈസാ നബി ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല, അങ്ങനത്തെ ഒരു വിശേഷണവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആരാണ്? ഇല്ലാ റസൂൽ, ഒരു ദൂതൻ മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ യേശുവിനെ എങ്ങനെയാണോ ആദരിക്കുന്നത് അല്ലേ, യഥാർത്ഥ രൂപത്തിൽ അതിനേക്കാളും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ. പക്ഷെ ദൈവത്തിന്റെ ഭാഗത്തെ കൊണ്ട് ആരോപിച്ചിട്ടല്ല, ഒരു പ്രവാചകനായിട്ട്. അദ്ദേഹത്തിന്റെ മാതാവായ മറിയമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ മാതാവ് സുദ്ദീഖത്താണ്. ഉമ്മുഹു സുദ്ദീഖ. സുദ്ദീഖ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞ അവിടെ നിർത്തേണ്ട സാധനമല്ലത്. സുദ്ദീഖ എന്ന് പറഞ്ഞാൽ അതിന് ചരിത്രത്തിൽ പ്രമാണങ്ങളിൽ അതിനെ വിശദീകരിച്ചത് പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണത്തിൽ കൊടുത്തത് നുബൂവത്തിന്റെയും അതുപോലെ തന്നെ സ്വലാഹിയത്തിന്റെയും ഇടയിലുള്ള ഒരു മഹത്തായ പദവിയാണ്. പ്രവാചകനാണോ? അല്ല. സ്വലാഹിയത്താണോ? അല്ല. അതിന്റെ ഇടയിലുള്ള ഒരു പ്രത്യേക പദവിയാണ് സുദ്ദീഖ. അത് കിട്ടിയ മഹദിയാണ് മഹാനായ ഈസാ നബിയുടെ മാതാവായ മറിയം റളിയല്ലാഹു അൻഹ. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞെന്താ? അദ്ദേഹം സുദ്ദീഖാണ്. അബൂബക്കർ സുദ്ദീഖ്. അദ്ദേഹത്തിന്റെ പേര് കിട്ടാൻ കാരണം എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ മറിയം ബീവിയും സുദ്ദീഖത്താണ്. അതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സിദ്ദീഖാണ് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്. അതാരാണ്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹസ് സിദ്ദീഖ് എന്നാണ്. യൂസുഫ് നബിയെ കുറിച്ച് അല്ലാഹു പറയാണ്, അല്ലയോ സിദ്ദീഖായ പ്രവാചക. അപ്പൊ അത് മഹത്തായ ഒരു പദവിയാണ്. ആ പദവി നൽകി അള്ളാഹു ആദരിച്ച സ്ത്രീയാണ് മഹാനായ ഈസാ നബിയുടെ മാതാവ്. അവിടെ അള്ളാഹു പറഞ്ഞ എന്താ? കാനാ യഅകുലാനി ത്വആം. ഈസാ നബിയും മറിയം ബീവിയും കാനാ യഅകുലാനി ത്വആം. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർ ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല, ഇലാഹല്ല. ഒരിക്കലും ഇലാഹിന് യോജിച്ച പണിയല്ല അന്നം തിന്നലേ. അല്ലാഹു പറഞ്ഞെന്താ? അവർ ദൈവമല്ല എന്ന് തെളിയിക്കാൻ അല്ലാഹു പറഞ്ഞെന്താ? കാനാ യഅകുലാനി ത്വആം. അല്ലെ? ഇതന്നെ നമുക്കും പറയാനുള്ളത് അല്ലെ? സി എം മടവൂരിനെ കുറിച്ച് ഒരു മുസ്ലിം കുട്ടി പറഞ്ഞ എന്താണ്? അദ്ദേഹം അള്ളയാണെന്ന് സി എം മടവൂർ എന്നെ പറഞ്ഞിരിക്കണത്. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞ് ചരിത്രത്തിൽ കഴിഞ്ഞു പോയ രണ്ടാളാണ്. ഒന്നുകിൽ ഒരാൾ അള്ളയാണെന്ന് പറയണമെങ്കിലേ അയാൾക്ക് രണ്ട് പ്രശ്നം ഉണ്ടാകണം. ഒന്നുകിൽ അയാൾ ഇന്റർനാഷണൽ കിബറനാകണം, ഫിറൗനെ പോലെ. ഫിറൗൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഇലാഹ്. നമ്രൂദ് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്കായിരിക്കണം ഒരു പക്ഷെ അദ്ദേഹത്തെ ചേർക്കേണ്ടത്. ഇനി അതല്ല, അദ്ദേഹം അള്ളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞായിരിക്കും. അതും ഏറ്റിപ്പിടിച്ച് നടക്കുന്നവരാണ് ലോകത്ത് ഏറ്റവും വലിയ പരമവിഡ്ഢികൾ. എന്തായി പറയണത്? സി എം മടവൂർ അള്ളയാണെന്ന് പറഞ്ഞു അല്ലേ? എങ്കിൽ നമ്മൾക്ക് ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹവും ഭക്ഷണം കഴിച്ചവരാണ്. എത്രത്തോളം? റമളാൻ മാസത്ത് പോലും. മനസ്സിലായോ? നോമ്പ് നോൽട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലെ കൊണ്ട് കട്ടൻ ചായ കുടിപ്പിച്ച് നിർബന്ധിച്ചിട്ട് ഈ നോമ്പിൽ കണ്ട അവിടെ കുടിച്ചോ ചായ എന്ന് പറഞ്ഞു. അത്ര വരെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ച ആളാണ് ആരെ? സി എം മടവൂർ. അപ്പൊ അദ്ദേഹവും എന്തല്ല, ആ ഒരു രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ, ആരാധിക്കപ്പെടാൻ അർഹനല്ല, തേടാൻ അർഹനല്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? ലോകം വരെ നിയന്ത്രിക്കുന്നത് ആരാ? അദ്ദേഹമാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും ഈസാ നബിയെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും പറഞ്ഞെന്താ? അവർ ഭക്ഷണം കഴിച്ചവരായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഈ സിദ്ദീഖീങ്ങളെ പദവിയിലേക്ക് നമുക്കും എത്താൻ പറ്റും. നമുക്കെത്താൻ പറ്റും. അതിന് എന്താണ് ക്വാളിറ്റി വേണ്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. സിദ്ദീഖീങ്ങളെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോണോ? അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചാൽ മതി. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക, അക്കൂട്ടർ ആരുടെ കൂടെയാണ്? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്.
ഇപ്പൊ ഇന്ന് മഗ്‌രിബിന് 3 വട്ടം നമ്മൾ പറഞ്ഞെന്താ? അതിനുശേഷം നമ്മൾ നിസ്കരിച്ച സുന്നത്തിൽ പറഞ്ഞത് എന്താ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുള്ള വഴി. ആരാ അള്ളാഹ് അനുഗ്രഹിച്ചവർ? ഈ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്. അതൊന്ന് അമ്പിയാക്കന്മാരാണ്, മിനൻ നബിയ്യീന, രണ്ടാമത്തേത് വസ്സുദ്ദീഖീന, മൂന്നാമത്തേത് വശുഹദാ, നാലാമത്തേത് അസ്സാലിഹീൻ. ഈ 4 കൂട്ടരാണ് അള്ളാഹ് അനുഗ്രഹിച്ചത്. അപ്പൊ അവരുടെ കൂടെ നമുക്ക് ചേരണോ സ്വർഗത്തിൽ? അള്ളാഹുവിനെയും റസൂലിനെയും യഥാർത്ഥത്തിൽ ഇത്തിബാ ചെയ്താൽ മതി. അബുൽ അബ്ബാസ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ 30-ലധികം സ്ഥലങ്ങളിലാണ് അത്ര അള്ളാഹ് പ്രയോഗിച്ചത് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. 30-ലധികം സ്ഥലങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണേ, അവന്റെ ദൂതനെയും അനുസരിക്കണേ എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഭക്ഷണം കഴിക്കുന്നവർ ഒരിക്കലും ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. അല്ലാഹു അസ്സമദ് എന്ന് പറഞ്ഞാൽ അവൻ ലം യലിദ് വലം യൂലദ് എന്ന വിശേഷണവും അതിൽ കടന്നു വരും. അവൻ ജനിച്ചവനല്ല, ജനിപ്പിച്ചവനുമല്ല. അവൻ ആദ്യമേ ഉള്ളവനാണ്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ പിറന്നവനല്ല. അവന് ഏതെങ്കിലും മക്കൾക്ക് ജന്മം നൽകിയിട്ടില്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, അല്ലാഹു അസ്സമദ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചവനല്ല, ജനിപ്പിച്ചവനല്ല. മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീൽ ബുഖാരിയിൽ അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഖുദ്സിയ ഹദീസാണ്. ഖാല അല്ലാഹു തആല കദ്ദബനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക്. അല്ലാഹു പറയാണ്, ആദമിന്റെ പുത്രൻ എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു, അതൊരിക്കലും അവന് യോജിച്ച കാര്യമല്ല. വശതമനി വലം യകുൽ ലഹു ദാലിക്, അവൻ എന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു, അതും അവന് ഭൂഷണമായ കാര്യമല്ല. ഫഅമ്മാ തക്ദീബുഹു ഇയ്യാ, എങ്ങനെയാണ് അവൻ എന്നെ കളവാക്കുന്നത്? കാരണം എന്താ? ഖൗലുഹു ലം യുഈദനി കമാ ബദഅനി, എന്നെ അവൻ സൃഷ്ടിച്ചു, അതുപോലെ അവൻ സൃഷ്ടിക്ക് കഴിവുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദമിന്റെ മക്കൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു, പക്ഷെ രണ്ടാമതും അവന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനെ മനുഷ്യരിൽ പലരും കളവാക്കുന്നത്. വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലൈഹി മിൻ ഇബാദതിഹി, ആദ്യത്തെ തവണ അള്ളാഹു സൃഷ്ടിച്ചു, അതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് രണ്ടാമത് നിങ്ങളെ സൃഷ്ടിക്കാൻ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നും ചില ആളുകൾ പറയുന്നു. പക്ഷേ ലം അലിദ് വലം ഊലദ് വലം യകുൽ ലീ കുഫുവൻ അഹദ്, ഞാൻ ഒരിക്കലും ജനിച്ചവനല്ല, ജനിപ്പിച്ചവനല്ല, എനിക്ക് സമന്മാരായി ആരും തന്നെയില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു അസ്സമദാണെന്ന് പറഞ്ഞാൽ അല്ലാഹു ജനിച്ചവനല്ല, ജനിപ്പിച്ചവനുമല്ല എന്നുള്ളൊരു ആശയം കൂടി അതിൽ വരുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി മാത്രമല്ല, ഏത് ഭാഷയിലാണെങ്കിലും ഏത് വൈവിധ്യ വിഷയമാണെങ്കിലും എല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. ആ ഒരു അർത്ഥത്തിലും അസ്സമദിനെ പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സുന്ദരമായ ഒരു ആയത്താണ്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. കാരണം അല്ലാഹു ആരാണ്? വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അവൻ ധന്യനാണ്, അൽ ഹമീദാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ മനുഷ്യരായ നാം എത്ര കഴിവുള്ളവരായാലും ധന്യരായാലും നാം അല്ലാഹുവിലേക്ക് ആശ്രിതരാണ് എന്നാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മളൊക്കെ ആശ്രയിക്കുന്ന റബ്ബാരാണോ? അവനാണ് അസ്വമദ്. അതാണ് അസ്വമദ്. അല്ലാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവരാണ്. എന്നാൽ മനുഷ്യരായ നമ്മളോ എത്ര ഉയരങ്ങളിൽ എത്തിയാലും അല്ലാഹുവിലേക്ക് നമ്മളൊക്കെ ആശ്രിതരാണ്, ആവശ്യക്കാരാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു സഹാബിയാണ് മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമൻ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. എൻ്റെ ദാസന്മാരെ, അല്ലാഹു പറയുകയാണത്രേ, അനീതിയും അക്രമവും എൻ്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരിക്കലും നിങ്ങളും അത് ചെയ്യാൻ പാടുള്ളതല്ല. അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത്.
നിങ്ങൾക്കിടയിലും ഞാനത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുതെന്ന് അല്ലാഹു പറയാം. എന്നിട്ട് ഹദീസിന്റെ വാക്യം എന്താ അറിയോ? യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഇഹ്തദൈതും ഫസ്തഹ്ദൂനി. ഞാൻ ആർക്കാണോ ഹിദായത്ത് നൽകിയിട്ടില്ലാത്തത് അവരൊക്കെ വഴികേടിലാണ്. അല്ലാഹു സന്മാർഗം നൽകാത്ത എല്ലാ ആളുകളും എവിടെയാണ്? വഴികേടിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ തേടിക്കൊണ്ടിരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ ചരിത്രം കേൾക്കാത്ത ആരും കൂട്ടത്തിലുണ്ടാവില്ല. 42 കൊല്ലമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജനനത്തിന്റെ മുമ്പ് തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ നേതാവ്. ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല അല്ലേ? ഇന്നത്തെ കാലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും കാണാൻ പറ്റും. അന്ന് അതുമില്ല. മരിച്ചു പോയാല് കാണാൻ പറ്റിയില്ലേ, പോയി, പിന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല അല്ലേ? മാത്രമല്ല, സഅദിയ എന്ന് പറയുന്ന ഹലീമയുടെ മുലപ്പാല് കുടിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജീവിക്കുന്നത്. നമുക്കറിയാം, 4ാമത്തെ വയസ്സിൽ ഹലീമ സഅദിയ മകനെ ആമിനക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മയുടെ കൂടെ 2 വർഷം. നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് എന്താണ്? 6ാമത്തെ വയസ്സിൽ നബിക്ക് 6 വയസ്സായപ്പോൾ ഉമ്മ മരിച്ചു. ശരിയാണ്. പക്ഷെ റസൂലുള്ളാഹി ആ 6 വർഷവും കൃത്യമായിട്ടൊന്നും ആരെ കൂടെ ജീവിച്ചിട്ടില്ല? ആമിനയുടെ കൂടെ ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹി ചെറുപ്പത്തിൽ 4 വയസ്സ് വരെ കൃത്യമായി കഴിച്ചുകൂട്ടിയ വീട് ഹലീമ സഅദിയ ഗോത്രക്കാരിയ ഹലീമ ബിയുടെ വീട്ടിലാണ്. പിന്നീടാണ് റസൂലുള്ളാഹിനെ തിരിച്ചേൽപ്പിക്കുക. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് തിരിച്ചേൽപ്പിക്കാൻ. റസൂലുള്ളാഹിന്റെ ഹൃദയം മലക്കുകൾ വന്ന് പിളരുകയും ആ ഹൃദയത്തിൽ നിന്നൊരു കറുത്ത ഭാഗം എടുത്തു മാറ്റുകയും സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെക്കുക കണ്ട കാഴ്ച കണ്ടപ്പോഴാണ് ഹലീമ സഅദിയ തിരിച്ച് ആർക്ക് കൊടുക്കുന്നത്? മഹദിയായ ഹലീമ സഅദിയ ആമിനയുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുക്കണം. ശരിക്കും റസൂലുള്ളാഹി ആമിനയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത് 2 കൊല്ലം. റസൂലുള്ളാഹിക്ക് 6 വയസ്സായപ്പോ ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹിനെ ഏറ്റെടുക്കുന്നത് ആരാ? വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബാണ്, ഉപ്പാന്റെ ഉപ്പയാണ് അല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് 8 വയസ്സായപ്പോഴേക്ക് വല്ലിപ്പയും മരണപ്പെട്ടു. വെറും 2 കൊല്ലം വല്ലിപ്പ നോക്കിയിട്ടുള്ളൂ, വല്ലിപ്പയും പോയി. പിന്നീട് 8 വയസ്സ് മുതൽ ഏതാണ്ട് 50 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂലിനെ നീണ്ട 42 കൊല്ലം നോക്കി വളർത്തിയത് ഒരു കുറവുമില്ലാതെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ചു വളർത്തിയ ആളായിരുന്നു അബൂ ത്വാലിബ് അല്ലേ? ഈ സത്യദീൻ ശരിയാണെന്ന് നാവുകൊണ്ട് പ്രഖ്യാപിച്ച മനുഷ്യനാണ് ആര്? ഈ സത്യദീൻ സത്യമാണ് എന്ന് നാവുകൊണ്ട്, ഹൃദയം കൊണ്ടല്ല, നാവുകൊണ്ട് പ്രഖ്യാപിച്ച മനുഷ്യനാണ് അബൂ ത്വാലിബ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞില്ലേ മരിക്കണ സമയത്ത്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി, തീർച്ചയായും മുഹമ്മദിന് നൽകപ്പെട്ട ദീൻ അത് ഏറ്റവും ഉത്തമമായ ദീനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട ദീന് ഏറ്റവും നല്ല ദീനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ആര് പറയാണ്? മുശ്രിക്കായ, മരണം വരെ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത അബൂ ത്വാലിബ് പറയാണ്. പക്ഷെ നാവുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും ഇസ്ലാമിനെ നല്ലോണം, അപ്പൊ ഈ കാലത്തുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയും. അതൊക്കെ നമ്മളൊക്കെ സ്റ്റാറ്റസ് ആക്കി വെക്കണം. എന്തിന് അത്തരം ആളുകളെ പൊക്കി പിടിച്ച് നമ്മൾ നടക്കണത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന കുറെ ആൾക്കാർ, ഞാൻ പേരൊന്നും ഇവിടെ പറയണില്ല, അത്തരം ആളുകൾ എന്തേ പിന്നെ ഇസ്ലാമിനെ സ്വീകരിക്കാനും മടി? ഇത്ര വലിയ നല്ല മതമാണെങ്കിൽ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല മതമാണെന്ന് പറഞ്ഞിട്ടും അബൂ ത്വാലിബിനെ സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറെ അബൂ ത്വാലിബുമാർ ഇന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം കേട്ടോ. പക്ഷെ ഈ മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ എന്തായില്ല, തൗഫീക്ക് ലഭിച്ചില്ല കേട്ടോ. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ മക്കയിലെ പ്രമാണിമാരൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്. അബൂജഹലിനെ പോലെയുള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം എന്താ? ഓല കൂട്ടക്കാരനാണ് ഇയാളെ, ആദർശക്കാരനാണ്. ഓല ഉത്സവം നടക്കുമ്പോഴും ഓല ആചാരങ്ങൾ നടക്കുമ്പോഴും ഓല പലതിലും അംഗവും മെമ്പറൊക്കെയാണ് ആര്? അബൂ ത്വാലിബ്. അതുകൊണ്ട് മരണം കാണാൻ വന്നിക്കാണ്. അബൂ ത്വാലിബ് അവർക്കിടയിൽ സ്വീകാര്യനുമായിരുന്നു. ആ അബൂ ത്വാലിബിന്റെ അടുക്കിലേക്ക് മരിക്കണ സമയത്ത് റസൂല കയറി ചെല്ലുമ്പോ തലയുടെ ഭാഗത്ത് ഒരു സീറ്റ് ഉണ്ട് ഇരിക്കാൻ. തലയുടെ ഭാഗത്ത് ഒരു സീറ്റ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കയറി ചെല്ലുക.
അപ്പൊ റസൂലുള്ള അങ്ങോട്ട് ഇരിക്കാൻ വരികയാണെന്ന് കണ്ടപ്പോ അവിടെ കയറി ഒരു ശൈത്താൻ കയറിയിരുന്നു. ആരെ? അബൂജഹൽ. റസൂൽ അവിടെ ഇരിക്കണ്ട, ഇനി മരിക്കണ സമയത്ത് ഇയാളെ പേപ്പിക്കണ്ട വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, കുലിയ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവ്യ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. എന്തിനാ? ഈ മരണക്കട്ടിൽ നിന്ന് അഥവാ രക്ഷപ്പെട്ട് നീച്ച് നടന്നാല് ഇസ്ലാമുക്ക് ഇനി 100 എന്നുള്ള 101 എണ്ണാലോ എന്ന് പറയാനാ? അല്ല. ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കൊടുക്കാനാണോ? അല്ല. കലിമത്തുൻ നുഹാജ്ജു ലക ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്ന് വാദിച്ചു നോക്കാലോ പിതൃവ്യ, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെല്ലിന്ന് അല്ലേ? പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത് അല്ലേ? അദ്ദേഹം എന്ത് പറഞ്ഞിട്ട് മരിക്കണത്? അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായി ഞാനിതാ പോവുകയാണ്. കരഞ്ഞില്ലേ? ഹബീബായ പ്രവാചകൻ കരഞ്ഞില്ലേ? കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന പ്രവാചകനെ അല്ലാഹ് സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. പ്രവാചകരെ, തീർച്ചയായും താങ്കൾ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. അത് കൊടുക്കേണ്ടവൻ ആരാണ്? അള്ളയാണ്. സഹോദരങ്ങളെ, ആ അബൂ താലിബിന് കിട്ടാത്ത ഹിദായത്ത് ഒരു മുക്കുപള്ളി തമ്മക്കല്ല തന്നിട്ടുണ്ട്. 42 കൊല്ലം നബിനെ പൊന്നുപോലെ നോക്കിയ മനുഷ്യന് കിട്ടിയില്ല. അള്ളാഹിന്റെ റസൂൽ ഒരു നോക്ക് പോലും കാണാത്ത നമുക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ്. എത്ര സ്തുതിക്കണം നമ്മുടെ റബ്ബിനെ. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും പറയണം നമ്മള്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. സഹോദരങ്ങളെ, എത്ര ആളുകളാ ദലാലത്തിന്റെ വഴിയിലേക്ക് ദിനേന കടന്നു പോകുന്നത്. എന്തേ നമ്മുടെ റബ്ബിദാ ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ട് നമ്മളെ ഈ സത്യത്തിൽ അള്ളാഹ് ഇങ്ങനെ പിടിച്ചിരുത്തണമെന്നുണ്ടാ? അള്ളാഹ്ക്ക് നമ്മോട് സ്നേഹമുണ്ട്. അള്ളാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കിടന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് നമ്മളെ കൂടി എന്ത് ചെയ്യണം? മനസ്സോട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് കൊടുക്കുമെങ്കിലും ചില ആളുകൾക്ക് അള്ളാഹു കുറെ കാലം കഴിഞ്ഞാലും കൊടുക്കൂല. ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹു ഹിദായത്ത് കൊടുത്ത ഒരാളുടെ ചരിത്രത്തിൽ, അദ്ദേഹത്തിന്റെ പേര് അബൂ മഹ്ദൂറ എന്നാണ്. ആരാണ്? അബൂ മഹ്ദൂറ. അബൂ മഹ്ദൂറ ആരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ ബാങ്ക് വിളിക്കാരിൽ അറിയപ്പെട്ട 2 പേരാണുള്ളത്. ഒന്ന് ബിലാൽ, മറ്റൊന്ന് അബൂ മഹ്ദൂറ. അബൂ മഹ്ദൂറ ആരെന്ന് പറയാൻ, ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവായിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ ഭയങ്കര ദേഷ്യമായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു. ബിലാൽ ബിൻ റബാഹ് ഒരിക്കല് റസൂലുള്ളാഹി യാത്രാ മധ്യയിൽ ഇങ്ങനെ സഹാബത്തിന്റെ കൂടെ കഴിഞ്ഞു പോരുമ്പോ ബാങ്ക് കൊടുക്കുന്ന സമയം, അപ്പൊ അള്ളാഹിന്റെ റസൂൽ ബിലാലിനോട് പറഞ്ഞു, ബിലാൽ ബാങ്ക് കൊടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഈ അബൂ മഹ്ദൂറ അന്ന് മുസ്ലിം അല്ല. അവന്റെ കൂട്ടുകാരന്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ കുറച്ചപ്പുറത്ത് മാറി നിന്ന് ഈ ബാങ്ക് കേൾക്കുന്നില്ല. അപ്പൊ ബിലാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുക്കുമ്പോ അബൂ മഹ്ദൂർ എന്ത് ചെയ്യും? പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ വേറെ എന്തൊക്കെയോ വാക്ക് പറഞ്ഞിട്ട് കൊഞ്ഞനം കുത്തും. ഇസ്ലാമിന്റെ ബാങ്കിനെ കൊഞ്ഞനം കുത്തുകയാണ്. അങ്ങനെ ആരാണ് അതിങ്ങനെ കൊഞ്ഞനം കുത്തുന്നതെന്ന് അറിയാൻ വേണ്ടി റസൂലുള്ളാഹി സഹാബികളെ പറഞ്ഞയച്ചു. അങ്ങനെയാണ് അബൂ മഹ്ദൂർ പിടിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തിയപ്പോ, നീയാണോ ബാങ്കിനെ കളിയാക്കിയത് എന്ന് സ്നേഹത്തോടെ റസൂൽ ചോദിച്ചു. പറഞ്ഞു, അതെ. റസൂലുള്ളാഹിനെ ഏറ്റവും ഉറപ്പുള്ള ആളായിരുന്നു അബൂ മഹ്ദൂർ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഇയ്യൊന്ന് ബാങ്ക് വിളിച്ച് കേൾക്കട്ടെ, ഇയ്യൊന്ന് ബാങ്ക് വിളിച്ചൊന്ന് കേൾക്കട്ടെ. അപ്പൊ അദ്ദേഹം മനസ്സോടെ ശരിക്കാണ് ബാങ്ക് കൊടുത്തു. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറയാണ്, അബൂ മഹ്ദൂർ പറയാണ്, അള്ളാഹിന്റെ റസൂൽ എന്റെ നെഞ്ചത്ത് മെല്ലെ 2 കൊട്ട് കൊട്ടി. ആ കൊട്ടിയിലൂടെ ഞാൻ ഇസ്ലാമിൽ വന്നു. ആരാ പറയണേ? അബൂ മഹ്ദൂറ. പിന്നീട് അബൂ മഹ്ദൂറ കഅബാലയത്തിൽ ബാങ്ക് വിളിക്കാരനാണ്. ആ അബൂ മഹ്ദൂർ റസൂലുള്ളാഹിനെ കാണേണ്ടി വന്നത് വെറും 5 മിനിറ്റാണ്. 5 മിനിറ്റ് കണ്ടപ്പോഴേക്ക് ഇസ്ലാമിൽ വന്നു. 42 കൊല്ലം ജീവിച്ചിട്ട് അബൂ താലിബ് വന്നില്ല. 5 മിനിറ്റ് കണ്ട ഈ അബൂ മഹ്ദൂറ വന്നു. അപ്പൊ ഹിദായത്ത് കൊടുക്കാനുള്ള അള്ളാഹുവിന്റെ ഡെഫിനിഷൻ എന്താണ്? ഹിദായത്ത് കൊടുക്കാനുള്ള അള്ളാഹുവിന്റെ മാനദണ്ഡം എന്താണ്? സുബ്ഹാനല്ലാഹ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? എന്തിനാ പറഞ്ഞറിയോ? ഇതെല്ലാം അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായി കൊടുക്കുന്നവനാണ് അല്ലാഹു. അതാണ് അസ്സമദ് എന്ന് പറഞ്ഞ നാമത്തിന്റെ വിശേഷം. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ജാഇഊന ഇല്ലാ മൻ അതഅംതുഹു. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശപ്പിലാണ്, വിശന്നു കഴിയുന്നവരാണ്.
അല്ലേ? ഞാൻ നിങ്ങൾക്ക് അന്നം നൽകിയവനല്ലാതെ. അള്ളാഹ് പറഞ്ഞ ഹദീസായിട്ട് റസൂലുള്ളാഹി പറയാണ്. അതുകൊണ്ട് ഫസ്തത്ഉമൂനി, നിങ്ങൾ എന്നോട് അന്നം ചോദിച്ചുകൊണ്ടിരിക്കുക. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മുൽക്കി ശൈആ. എൻ്റെ അടിമകളെ ജിന്നും ഇൻസും നിങ്ങൾ ലൈനായിട്ട് എല്ലാവരും പടം നിന്നാലും എന്നോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ അധികാരത്തിൽ നിന്നും എൻ്റെ ഖജാനയിൽ നിന്നും ഒന്നും തന്നെ കുറയുകയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പൊതുവെ ഞാൻ അവസാനിപ്പിക്കാൻ, പൊതുവെ മനുഷ്യൻ കൂടുതൽ ചോദിക്കുന്നത് എന്താ റബ്ബിനോട്? ഹിദായത്തും നല്ല കാര്യങ്ങളും നല്ല അധികം ആൾക്കാരും ചോദിക്കണം. എന്താണ്? ഭൗതികമാണ്. എൻ്റെ കുട്ടികൾക്ക് നല്ല ജോലി കൊടുക്കണേ, എൻ്റെ സമ്പത്തിൽ ബർക്കത്ത് തരണേ, എനിക്കൊരു വീട് തരണേ, അതുപോലെ തന്നെ എനിക്ക് ഇന്നത് തരണേ, ദീർഘായുസ്സ് തരണേ. ഇതാണ് നമ്മളൊരു 10 പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ 8 ഭൗതികമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയണം, ദുനിയാവ് മാത്രം പ്രാർത്ഥിക്കുന്നവന് ഖൈറില്ല. ദുനിയാവ് മാത്രം പ്രാർത്ഥിക്കുന്നവനിൽ ഖൈർ. സമഗ്രമായ പ്രാർത്ഥനകൾ, ദീനും ദുനിയാവും പെടുന്ന പ്രാർത്ഥനകളായിരുന്നു റസൂലുള്ളാഹിക്ക് ഇഷ്ടം. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവുണ്ടെങ്കിൽ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, പരലോകമുണ്ട്. അപ്പൊ രണ്ടും ചോദിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന മര്യാദകൾ പണ്ഡിതന്മാർ പറഞ്ഞത്. ആദ്യം എന്ത് ചോദിച്ചിരിക്കണം, പിന്നെ എന്ത് ചോദിച്ചിരിക്കണം, അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ ഒറ്റ കാര്യം കൂടി പറയാണ്. ഒരിക്കലൊരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട് വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നാട്ടുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു രാജാവ്, ഒരു കഥയാണ്. അപ്പോ രാജാവ് അതിന് കൊടുത്തൊരു ടാസ്ക് എന്തെന്ന് വെച്ചാല്, രാവിലെ എണീറ്റിട്ട് നിങ്ങളൊക്കെ എത്ര ദൂരം ഓടണോ അത്രയും സ്ഥലങ്ങൾക്കാണ്. എന്താ മനസ്സിലായോ? രാവിലെ നീച്ചോളി, കിട്ടാവുന്നത്ര ദൂരം ഓടിക്കോ, എവിടെയാണോ നിങ്ങൾ ഓട്ടം നിൽക്കുന്നത് അത്രയും സ്ഥലം നിങ്ങൾക്കാണെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. കുറെ ആൾക്കാർ ഓടി. കുറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് ഓടാൻ വയ്യ, ക്ഷീണിച്ചു, ഞാൻ തോറ്റു പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഒരുത്തൻ നിർത്താതെ ഓടി. ഒരുത്തനെ നിർത്താതെ ഓടിയെന്ന് മാത്രല്ല, ഓടി 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 അയാൾ തിരിച്ചു വന്നില്ല. ആജാതി ഓട്ടം. അയാൾക്ക് നാട് ഫുള്ള് കിട്ടാനുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ രാജാവ് ഭയന്നു. എന്റെ നാടൊക്കെ അയാൾ കൊണ്ടുപോവോ എന്ന് രാജാവിനൊരു പേടി ഉണ്ടായി. അങ്ങനെ അയാളെ അന്വേഷിച്ച് പോയ രാജാവിന് കാണാൻ പറ്റിയത് എന്താ? അയാൾ എവിടെയോ ചത്തി കിടക്കുന്നതാണ്. ഓടി ഓടി ക്ഷീണിച്ചാണ് മരിച്ചു കിടന്നു. അപ്പോൾ അയാളെ ബോഡിയിട്ട് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് നിങ്ങൾ ബേജാറാവണ്ട, ഇയാൾക്ക് ഒരു 6 അടി മണ്ണിലുള്ള ഗ്യാപ്പ് എവിടെയും കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഖബറിനുള്ള സ്ഥലം കൊടുത്താൽ മതി എന്നാ പറയുന്നത്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല്, ഇതാണ് ശരിക്കും മനുഷ്യന്റെ അവസ്ഥ. ആര് എന്നോട് എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖജാനയിൽ നിന്ന് കുറയൂല. പക്ഷെ മനുഷ്യന്റെ അങ്ങനല്ല. കൊടുക്കാന്ന് പറഞ്ഞവന് ബേജാറാ, കുറയും. അങ്ങനെ വിശാലമായി എല്ലാം നൽകുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശാലമായ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെക്കുറിച്ച്, ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇപ്പോഴും ഞാൻ എത്തിയിട്ടില്ല, സമയത്തിൻ്റെ കുറവ് മൂലം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്നിവിടെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചുവിടുമാറാകട്ടെ. ഫിലിസ്തീനിന്റെ മണ്ണിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോഴും അതിഭീകരമായ അവസ്ഥകളാണ്. അള്ളാഹു ആ നാട്ടിൽ ശേഷിക്കുന്ന ആളുകൾക്ക് സമാധാനവും ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹു സുരക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹാരാജ്യത്തെയും അള്ളാഹു അത്തരം ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ സാധുക്കളായ അള്ളാഹുവിൻ്റെ പാപികളായ അടിമകളാണ്. വളരെ ചെറിയ നന്മകളെ നമ്മുടെയൊക്കെ പക്കലുള്ളൂ. നമ്മൾ ചെയ്ത നന്മകളിൽ എവിടെയെങ്കിലും വല്ല അപാകതകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ
അതെല്ലാം അള്ളാഹു ദൂരീകരിച്ച് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് അള്ളാഹു നമ്മൾ നിശ്ചയിച്ച മരണത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരുക്കി വെച്ച മഖാദം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.